കേരള PSC ഫാർമസിസ്റ്റ് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫാർമക്കോഗ്നോസി സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കാണ് ആൽക്കലോയിഡ്സ്. ഇറ്റ് ബിലോങ്സ് ടു ദ ഫാമിലി അപ്പോസൈനേസിയ. ഓക്കെ, അപ്പോസൈനേസിയ ഫാമിലിയിലാണ് വരുന്നത്. കാതറാന്തസ് റോസിയസ് ആണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനോണിമാണ് ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ്. ഓക്കെ, എഫിഡ്ര നെബ്രോഡൻസിന്റെ പിക്ചർ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് എഫിഡ്ര സിനിക്ക ആൻഡ് എഫിഡ്ര എക്വിസ്റ്റിന. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഫാർമസിസ്റ്റ് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫാർമക്കോഗ്നോസി സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കാണ് ആൽക്കലോയിഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആൽക്കലോയിഡ്സ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് പഠിക്കാനുണ്ട്. നമ്മൾ ഇന്ന് ജസ്റ്റ് 3 ഡ്രഗ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ബയോളജിക്കൽ സോഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കെമിക്കൽ കോൺസ്റ്റുവൻറ്റ്, അതേപോലെ തന്നെ സിനോണിംസ് ആൻഡ് യൂസസ്. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് എന്ന് പറയുന്നത് വിൻകയാണ്. ഓക്കെ, വിൻക എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതാണ് നമ്മുടെ വിൻകേൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീടുകളിലൊക്കെ നമുക്ക് സുലഭമായിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലേ വിൻക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വിൻക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഡ്രൈഡ് എൻറ്റയർ പ്ലാന്റ് ഓഫ് കാതറാന്തസ് റോസിയസ്. ഓക്കെ, ഡ്രൈഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പ്ലാന്റിനെയാണ് നമ്മൾ പറയുന്നത്. കംപ്ലീറ്റ് പ്ലാന്റിനെയാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നത്. അപ്പോൾ കാതറാന്തസ് റോസിയസ് ആണ് പ്ലാന്റിന്റെ നെയിം വരുന്നത്, ബയോളജിക്കൽ നെയിം വരുന്നത്. അത് മറ്റൊരു നെയിം ഉണ്ട്, വിൻക റോസിയ എന്നും വിളിക്കും. ഓക്കെ, ഇറ്റ് ബിലോങ്സ് ടു ദ ഫാമിലി അപ്പോസൈനേസിയ. ഓക്കെ, അപ്പോസൈനേസിയ ഫാമിലിയിലാണ് വരുന്നത്. കാതറാന്തസ് റോസിയസ് ആണ് വിൻകേന്റെ ബയോളജിക്കൽ നെയിം എന്ന് പറയുന്നത്. ഇനി സിനോണിം എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു നോക്കാം. കാതറാന്തസ് എന്നറിയപ്പെടും, മഡഗാസ്കർ പെരിവിങ്കിൾ എന്നറിയപ്പെടും, സദാബാഹർ, ബാർമാസി ആൻഡ് വിൻക റോസി എന്നും ഇതിന്റെ സിനോണിം ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് വിൻകയുടെ. നെക്സ്റ്റ് നമുക്ക് കെമിക്കൽ കോൺസ്റ്റന്റിലേക്ക് പോവാം. ഇവിടെ പ്രധാനമായിട്ടും ആൽക്കലോയിഡ്സ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത, അതിന്റെ എൻറ്റയർ ഷ്രബില് ഈ ഒരു ആൽക്കലോയിഡ്സ് പ്രസന്റ് ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലീവ്സിലും അതേപോലെ തന്നെ റൂട്ടിലുമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. കംപ്ലീറ്റ് പ്ലാന്റിലും ആൽക്കലോയിഡ്സ് പ്രസന്റ് ആണ്, പക്ഷെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ലീവ്സിലും അതേപോലെ തന്നെ റൂട്ട്സിലുമാണ്. ഓക്കെ, ഇനി ഇവിടെ ഏകദേശം 90 ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ആൽക്കലോയിഡ്സ് വിൻകയിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു ഡൈമർ ആയിട്ടുള്ള ആൽക്കലോയിഡ്, അതിന്റെ പേരാണ് ഇൻഡോളിൻ ആൽക്കലോയിഡ്സ്. ഓക്കെ, അപ്പൊ ഇൻഡോളിൻ ആൽക്കലോയിഡ്സ് ആണ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അതിൽ തന്നെ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ വിൻബ്ലാസ്റ്റിനും അതേപോലെ തന്നെ വിൻക്രിസ്റ്റിനുമാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്ന ആൽക്കലോയിഡ്സ് ഇൻ കേസ് ഓഫ് വിൻക. അപ്പൊ നമുക്കറിയാം വിൻബ്ലാസ്റ്റിൻ വിൻക്രിസ്റ്റിന് എന്തുണ്ട്, ആന്റി ക്യാൻസർ ആക്ടിവിറ്റി ഉണ്ട് അല്ലെ. പിന്നെ ബാക്കിയുള്ള അതർ ആൽക്കലോയിഡ്സ് എന്ന് പറയപ്പെടുന്നത് അജ്മാലൈസിൻ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ലോക്രിനിൻ വരുന്നുണ്ട്, സെർപെന്റൈൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ടെട്രാഹൈഡ്രോ അൽസ്റ്റോണിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡും വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മോണോടെർപ്പീൻസ്, സെസ്ക്യൂടെർപ്പീൻസ്, ഇൻഡോൾ ആൻഡ് ഇൻഡോളിൻ ഗ്ലൈക്കോസൈഡ്സും മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിൽ കാണപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, കെമിക്കൽ കോൺസ്റ്റന്റിൽ പ്രധാനമായിട്ടും ഇൻഡോളിൻ ആൽക്കലോയിഡ്സ് ആണ് വരുന്നത്. അതില് മെയിൻലി വിൻബ്ലാസ്റ്റിനും വിൻക്രിസ്റ്റിനും, അത് ഓർത്ത് വെക്കാം. ഓക്കെ, ബാക്കിയുള്ള കോൺസ്റ്റന്റ്സിന്റെ പേര് ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് തെറാപ്യൂട്ടിക്കൽ യൂസസ് നോക്കാം ഓഫ് വിൻക. പ്രധാനമായിട്ടും വിൻബ്ലാസ്റ്റ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണെങ്കിൽ ആന്റി ട്യൂമർ ആൽക്കലോയിഡ് ആണ്. അത് യൂസ് ചെയ്യുന്നത് ഹോഡ്ജ്കിൻ ഡിസീസ്, അതർ ലിംഫോമ ആൻഡ് കൊറിയോ കാർസിനോമ കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത്. വിൻക്രിസ്റ്റിന്റെ കേസിലാണെങ്കിൽ അതും സൈറ്റോടോക്സിക് കോമ്പൗണ്ട് ആണ്. പ്രധാനമായിട്ടും ചിൽഡ്രൻസിൽ ഉണ്ടാകുന്ന ലുക്കീമിയ കണ്ടീഷൻസിനാണ് മെയിൻലി ട്രീറ്റ് ചെയ്യുന്നത്. ഈ ആന്റി ക്യാൻസർ ആക്ടിവിറ്റി കൂടാതെ ഈ വിൻകയ്ക്ക് ഓൾസോ എക്സിബിറ്റ് ഹൈപ്പോടെൻസീവ് ആക്ഷൻ ആൻഡ് ചെറിയ രീതിയിലുള്ള ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസും വരുന്നുണ്ട് വിൻകയിൽ. ഓക്കെ, അതാണ് നമ്മുടെ വിൻകയുടെ ബയോളജിക്കൽ സോഴ്സ്, കോൺസ്റ്റുവന്റ് ആൻഡ് യൂസസ്. നെക്സ്റ്റ് വരുന്ന ആൽക്കലോയിഡ് ആണ് ബെല്ലഡോണ. ബയോളജിക്കൽ സോഴ്സ് നോക്കാം നമുക്ക്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ലീവ്സ് ആൻഡ് ഫ്ലവറിംഗ് ടോപ്സ് ഓഫ് അട്രോപ്പ ബെല്ലഡോണ, അട്രോപ്പ അക്യുമിനേറ്റ ആൻഡ് ബിലോങ് ടു ദ ഫാമിലി സൊളനേസിയ. അപ്പൊ എന്തൊക്കെയാണ്? ഡ്രൈഡ് ലീവ്സ് ആൻഡ് ഫ്ലവറിംഗ് ടോപ്സ് ഓഫ് അട്രോപ്പ ബെല്ലഡോണ, അതിന്റെ മറ്റൊരു നെയിമാണ് യൂറോപ്യൻ ബെല്ലഡോണ എന്ന് വിളിക്കും. പിന്നെ വരുന്നതാണ് അട്രോപ്പ അക്യുമിനേറ്റ, അതിന്റെ നെയിമാണ് ഇന്ത്യൻ ബെല്ലഡോണ. ഇത് രണ്ടും ബിലോങ്സ് ടു ദ ഫാമിലി സൊളനേസിയ. ഓക്കെ, ഓർത്ത് വെക്കുക, ബയോളജിക്കൽ സോഴ്സ് ഓർത്ത് വെക്കുക. ഡ്രൈഡ് ലീവ്സ് ആൻഡ് ഫ്ലവറിംഗ് ടോപ്സ് ഓഫ് അട്രോപ്പ ബെല്ലഡോണ ആൻഡ് അട്രോപ്പ അക്യുമിനേറ്റ. സിനോണിംസിൽ നോക്കുവാണെങ്കിൽ ബെല്ലഡോണ ലീഫ്, ബെല്ലഡോണെ ഫോളിയം. പിന്നെ വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനോണിമാണ് ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ്. ഓക്കെ, ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ് എന്ന് അറിയപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ബെല്ലഡോണ ആൽക്കലോയിഡ് ആണ്. ഓക്കെ, ഡെവിൾസ് ചെറി, ഡോബെറി, ഡെവിൾസ് ഹെർബ് ആൻഡ് ബ്ലാക്ക് ചെറി ആണ് മറ്റുള്ള ഒരു സിനോണിംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ പ്ലാന്റിന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ബെലഡോണോന്റെ അട്രോപ്പ അക്യുമിനേറ്റ എന്ന് പറയുന്നത് പ്ലാന്റ് ആണ് ഇത്. അതേപോലെ തന്നെ അട്രോപ്പ ബെലഡോണ എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഫിഗർ കൊടുത്തതേ ഉള്ളൂ, പിക്ചർ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അതിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് നോക്കാം. പ്രധാനമായിട്ടും ബെലഡോണയിൽ എൽ ഹയോസിയാമിൻ 90% വരുന്നുണ്ട്. അത് കൂടാതെ സ്കോപ്പോലമീൻ 10% വരുന്നുണ്ട്. ഡി ആൻഡ് എൽ ഹയോസിയാമിൻ അട്രോപ്പിൻ. ഓക്കെ, എൽ ഹയോസിയാമിൻ, ഡി ആൻഡ് എൽ ഹയോസിയാമിൻ അട്രോപ്പിൻ, പിന്നെ ഹയോസിൻ, പിന്നെ പീഡിൻ ചെറിയ ക്വാണ്ടിറ്റിയിലെ എമൗണ്ടിൽ പീഡിൻ, സ്കോപ്പോലിറ്റിൻ ആൻഡ് മീഥൈൽ പൈറോഡിൻ, ബെല്ലഡോണിൻ. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന കെമിക്കൽ കോൺസ്റ്റന്റ്. അപ്പോൾ എൽ ഹയോസിയാമിൻ, ഡി എൽ ഹയോസിയാമിൻ, അതേപോലെ തന്നെ ഹയോസിൻ, സ്കോപ്പോലമീൻ, സ്കോപ്പോലെറ്റിൻ, ബെല്ലഡോണിൻ, ആൻഡ് മീഥൈൽ പൈറോഡിൻ ആൻഡ് പിരിഡിൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് യൂസസ് ഓഫ് ബെല്ലഡോണ നോക്കാം. തെറാപ്യൂട്ടിക് യൂസിലേക്ക് നോക്കുമ്പോൾ സെഡേറ്റീവ് ആണ്, ആന്റികോളിജിക് പ്രോപ്പർട്ടി ഉണ്ട്, പാരാസിമ്പതോലൈറ്റിക് ആക്ടിവിറ്റി ഉണ്ട്, പെപ്റ്റിക് അൾസർ, ഡൈജസ്റ്റീവ് ഡിസോർഡർ ആൻഡ് പാങ്ക്രിയാറ്റിസ് കണ്ടീഷൻസിൽ യൂസ് ചെയ്യാം. ഡയബറ്റിക് ആണ്, മിഡ്രിയാറ്റിക് എഫക്ട് കൊടുക്കുന്നുണ്ട്. ആന്റിഡോട്ട്സ് ഇൻ ക്ലോർഹൈഡ്രേറ്റ് ആൻഡ് ഓപ്പിയം പോയിസണിങ്ങിൽ ആന്റിഡോട്ട്സ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആസ് എ സോഴ്സ് ഓഫ് ബെലഡോണ ആൽക്കലോയിഡ്സ് ആണ് അല്ലെ, അതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് കൂടിയാണ് ഈ ബെലഡോണ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്ക സെഡേറ്റീവ് ആൻഡ് ആന്റികോളിനർജിക് ആണ്, പിന്നെ പാരാസിമ്പതോലൈറ്റിക് ആണ്, പെപ്റ്റിക് അൾസർ, ഡൈജസ്റ്റീവ് ഡിസോർഡർ ആൻഡ് പാങ്ക്രിയാറ്റിസ് കണ്ടീഷനിൽ, പിന്നെ ഡയബറ്റിക് ആൻഡ് മിഡ്രിയാറ്റിക്, ആന്റിഡോട്ട് ഇൻ കേസ് ഓഫ് ക്ലോറോഹൈഡ്രേറ്റ് ആൻഡ് ഓപ്പിയം പോയിസണിങ്, ആൻഡ് ഫൈനലി ബെലഡോണ ആൽക്കലോയിഡിന്റെ ഒരു സോഴ്സ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ആൽക്കലോയിഡ് ആണ് എഫിഡ്ര. അതിന്റെ ബയോട്ടിക് സോഴ്സ് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് യങ് സ്റ്റെംസ് ഓഫ് എഫിഡ്ര ജെറാർഡിയാന, എഫിഡ്ര നെബ്രോഡെൻസസ്, എഫിഡ്ര സിനിക ആൻഡ് എഫിഡ്ര എക്യുസ്റ്റിന. ഓക്കെ, അപ്പൊ 4 സ്പീഷീസ് വരുന്നുണ്ട്. എഫിഡ്ര ജെറാർഡിയാന, നെബ്രോഡെൻസസ്, സിനിക ആൻഡ് എക്യുസ്റ്റിന എല്ലാം ബിലോങ് ടു ദ ഫാമിലി എഫിഡ്രേസിയ. ഓക്കെ, എഫിഡ്രേസിയ ഫാമിലിയിലാണ് വരുന്നത്. സിനോണിം നോക്കുവാണെങ്കിൽ മാ ഹുവാങ്, അതേപോലെ തന്നെ എഫിഡ്ര വൾഗാരിസ് ആണ് സിനോണിംസ് ഓഫ് എഫിഡ്ര എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻലി ബയോളജിക്കൽ സോഴ്സ് ആൻഡ് സിനോണിംസ് ഓഫ് എഫിഡ്ര. നെക്സ്റ്റ് കെമിക്കൽ കോൺസ്റ്റന്റ് മുന്നേ നമുക്ക് അതിന്റെ ഒരു പിക്ചർ നോക്കാം. എഫിഡ്ര ജെറാർഡിയാനന്റെ ഒരു പ്ലാന്റിന്റെ ഫോട്ടോ ആണ്, അതേപോലെ തന്നെ എഫിഡ്ര നെബ്രോഡെൻസിന്റെ പിക്ചർ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് എഫിഡ്ര സിനിക ആൻഡ് എഫിഡ്ര എക്യുസ്റ്റിന. ഓക്കെ, ഇതാണ് എഫിഡ്രന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്തായിട്ട് വരുന്ന കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് എഫിഡ്ര. കൺസിസ്റ്റ് ഓഫ് മെയിൻലി അമിനോ ആൽക്കലോയിഡ്സ് ആണ്. അതിൽ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ എഫിഡ്രിൻ, നോർ എഫിഡ്രിൻ, എൻ മീഥൈൽ എഫിഡ്രിൻ, സ്യൂഡോ എഫിഡ്രിൻ, നോർ സ്യൂഡോ എഫിഡ്രിൻ. ഓക്കെ, അപ്പൊ മെയിൻലി അമിനോ ആൽക്കലോയിഡ്സ് ആയിട്ടുള്ള എഫിഡ്രിൻ, നോർ എഫിഡ്രിൻ, എൻ മീഥൈൽ എഫിഡ്രിൻ, സ്യൂഡോ എഫിഡ്രിൻ ആൻഡ് നോർ സ്യൂഡോ എഫിഡ്രിൻ. ലീഫ് ആൻഡ് സ്റ്റെംസ് ഓൾസോ കണ്ടെയ്ൻ. ലീഫിലും സ്റ്റെംസിലും ടാനിൻസ് ഉണ്ട്, സാപ്പോണിൻസ് ഉണ്ട്, ഫ്ലേവോൺസ് ഉണ്ട്, അതേപോലെ തന്നെ വോളറ്റൈൽ ഓയിൽസും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ചെറിയൊരു കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓർക്കുക, പ്രധാനമായിട്ടും വരുന്നത് അമിനോ ആൽക്കലോയിഡ്സ് ആയിട്ടുള്ള എഫിഡ്രിൻ, നോർ എഫിഡ്രിൻ, എൻ മീഥൈൽ എഫിഡ്രിൻ, സ്യൂഡോ എഫിഡ്രിൻ ആൻഡ് നോർ സ്യൂഡോ എഫിഡ്രിൻ. അപ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് അറിയാൻ വേണ്ടി കൊടുത്തതാണ്. എഫിഡ്രിൻ നമ്മൾ പഠിക്കുന്നതാണ് ഡ്രഗ്സിന്റെ സ്ട്രക്ചർ. ഓക്കെ അല്ലെ, എഫിഡ്രിൻ, നോർ എഫിഡ്രിൻ, എൻ മീഥൈൽ എഫിഡ്രിൻ, സ്യൂഡോ എഫിഡ്രിൻ ആൻഡ് നോർ സ്യൂഡോ എഫിഡ്രിൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് യൂസസ് ആണ്. മെയിൻലി എഫിഡ്രിന്റെ കേസിലാണെങ്കിൽ ആന്റി അലർജനിക്, ആന്റി ആസ്മാറ്റിക്, ആന്റി സ്പാസ്മോഡിക്. അപ്പോൾ ആന്റി അലർജനിക്, ആന്റി ആസ്മാറ്റിക്, ആന്റി സ്പാസ്മോഡിക്, ഡീകൺജസ്റ്റന്റ് എഫിഡ്രിൻ, സ്യൂഡോ എഫിഡ്രിൻ. പിന്നെ കഫ് സപ്രസന്റ് ആയിട്ട് എഫിഡ്രിനും സ്യൂഡോ എഫിഡ്രിനും വരുന്നുണ്ട്. പിന്നെ സ്റ്റിമുലന്റ് ആയിട്ട് എഫിഡ്രിൻ വരുന്നുണ്ട്. വാസോ കൺസ്ട്രക്റ്റർ എഫക്റ്റ് എഫിഡ്രിൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ അഞ്ജന കണ്ടീഷനിൽ നോർ സ്യൂഡോ എഫിഡ്രിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും യൂസസ് ഓഫ് എഫിഡ്ര എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്താ നമ്മൾ മെയിൻലി പഠിച്ച 3 ആൽക്കലോയിഡ്സിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന്റെ ബയോളജിക്കൽ സോഴ്സ് ഓർത്ത് വെക്കുക. ബയോളജിക്കൽ സോഴ്സിന് ശേഷം അതിന്റെ സിനോണിം ഓർത്ത് വെക്കുക. പിന്നെ കെമിക്കൽ കോൺസ്റ്റന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടാണ് വരുന്ന കാര്യമാണ് കെമിക്കൽ കോൺസ്റ്റന്റ്. അതേപോലെ തന്നെ തെറാപ്യൂട്ടിക്കൽ യൂസും ഓർത്ത് വെക്കുക. അപ്പോൾ ആൽക്കലോയിഡ്സ് ഇനിയുണ്ട്. നമ്മൾ ചെറിയൊരു ടൈമിൽ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് 3 ടോപ്പിക് എടുത്തതാണ്, 3 ആൽക്കലോയിഡ്സ് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.